So dear students, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചെറിയൊരു പ്രോബ്ലം ആണ് ലോസ് ഓഫ് ഇൻഡിസസിൽ. ദാറ്റ് ഈസ് 2 raised to x plus 7 equal to 4 raised to x plus 2. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ സെയിം ബേസ് ആക്കിയാൽ മാത്രമേ, അതായത് 2ഉം 4 ആണ് ബേസ്, എക്സ് പ്ലസ് 7ഉം എക്സ് പ്ലസ് 2 ആണ് പവർ അല്ലെങ്കിൽ എക്സ്പോണന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബേസ് നമ്മൾ സെയിം ആക്കിയാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, പവേഴ്സ് ഓൾസോ സെയിം, അങ്ങനെ നമുക്ക് എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ ഈ 4 നമുക്ക് എക്സ്പോണന്റിന്റെ അല്ലെങ്കിൽ നമ്മൾ 2 ബേസ് ആക്കി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 2 സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും അല്ലേ. അപ്പൊ 4 raised to x plus 2 that will be equal to 2 square whole raised to x plus 2. നമ്മളൊന്നും ചെയ്തിട്ടില്ല, 4നെ നമ്മൾ 2 സ്ക്വയർ എന്ന് എടുത്തു ആൻഡ് അതിന്റെ പവർ ആയിട്ടുള്ള എക്സ് പ്ലസ് 2 അവിടെ കൊടുത്തു. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 2ന്റെ സ്ഥാനത്ത് എക്സ്, എമ്മിന്റെ സ്ഥാനത്ത് 2, എക്സ് പ്ലസ് 2ന്റെ സ്ഥാനത്ത് n, ദാറ്റ് ഈസ് എക്സ് റേസ് ടു എം ഹോൾ റേസ് ടു n എന്നുള്ള രൂപത്തിലാണ് ഇതുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും 2 raised to 2 into x plus 2, ദാറ്റ് ഈസ് എക്സ് റേസ് ടു എം എൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ദാറ്റ് ഈസ് ഇവിടെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും 2 raised to 2 into x plus 2. അപ്പോൾ ഇത് നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കിട്ടും, 2 into x, ദാറ്റ് ഈസ് a into b plus c എന്ന് പറഞ്ഞാൽ എന്താണ്, a b plus a c അല്ലേ. അപ്പൊ അങ്ങനെ a b plus a c, ദാറ്റ് ഈസ് 2 into x plus 2 into 2, ദാറ്റ് ഈസ് 2 raised to 2x plus 4 എന്ന് കിട്ടും. കിട്ടിയോ, മനസ്സിലായോ? ദാറ്റ് ഈസ് എന്താണ് നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഈ 4നെ നമ്മൾ 2 സ്ക്വയർ ഹോൾ റേസ് ടു എക്സ് പ്ലസ് 2 എന്ന് കൊടുത്തു. ഇതിന് നമ്മൾ എക്സ് റേസ് ടു എം ഹോൾ റേസ് ടു എൻ എന്നുള്ള രീതിയിലാണുള്ളത്, ദാറ്റ് ഈസ് എക്സ് റേസ് ടു എം എൻ എന്നുള്ള രീതിയിലാണുള്ളത്. എക്സ് റേസ് ടു എം എൻ എന്ന് പറഞ്ഞാൽ 2 raised to 2 into x plus 2 എന്നുള്ള രീതിയിലാണ്. ഈ 2 into x plus 2 എന്നുള്ള രീതിയിലാണെങ്കിൽ നമുക്കറിയാം a into b plus c, a into b plus c എന്ന് പറഞ്ഞാൽ എ ബി പ്ലസ് എ സി. അപ്പോൾ എ ബി പ്ലസ് എ സി എന്ന് പറഞ്ഞാൽ 2 into x plus 2 into 2, that is equal to 2 raised to 2x plus 4 എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ രണ്ട് ബേസും സെയിം ആയി, ദാറ്റ് ഈസ് 2 raised to x plus 7, that will be equal to ഈ 4 raised to x plus 2 നമുക്ക് ഇങ്ങനെ സോൾവ് ചെയ്തിട്ട് 2 raised to 2x plus 4 എന്ന് കിട്ടി. അപ്പോൾ ഈ 4 raised to x plus 2ന് പകരം നമ്മൾ 2 raised to 2x plus 4 എന്ന് കൊടുത്താൽ മതി. ഓക്കെ, എന്താ പറഞ്ഞത്, 4 raised to x plus 2ന് പകരം 2 raised to x plus 4 എന്ന് കൊടുക്കുക. അപ്പൊ നമ്മൾ എന്ത് എഴുതാം, 2 raised to x plus 7 equal to 2 raised to 2x plus 4 എന്ന് നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ബേസ് ഇവിടെ സെയിം ആണ്. ബേസ് അവിടെ സെയിം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് എഴുതാം, എക്സ് പ്ലസ് 7 equal to 2x plus 4. ഓക്കെ, എന്താ നമ്മൾ പറഞ്ഞത്, 2 raised to x plus 7 equal to 2 raised to 2x plus 4. അതായത് ഈ രണ്ട് വാല്യൂം ഈക്വൽ ആണ് എന്നാണ് ഇതിന്റെ അർത്ഥം അല്ലെ. ബേസ് സെയിം ആണ്, ഇവിടെ ബേസ് സെയിം ആണ്, അപ്പൊ പവേഴ്സും സെയിം ആയിരിക്കും അല്ലെ. ഈ രണ്ട് വാല്യൂസും അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആണ്, 2 equal to 2 അല്ലെങ്കിൽ 8 equal to 8 അല്ലെങ്കിൽ 4 equal to 4 അല്ലെ. രണ്ട് വാല്യൂസും ഈക്വൽ ആണെന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ 2 raised to x plus 7, ഈ x എന്ന് പറയുന്ന വാല്യൂ ഏതോ ആണ്, അപ്പൊ ആ വാല്യൂവിനെ നമ്മൾ 7 കൊണ്ട് പ്ലസ് ചെയ്തതും 2 into x plus 4ഉം അതെല്ലാം സെയിം ആണ്. അപ്പൊ ബേസ് സെയിം ആയത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് എഴുതാം, ഈ പവേഴ്സും സെയിം ആണ്. അപ്പൊ ഇക്വേറ്റിംഗ് ദ പവേഴ്സ് വി ഗെറ്റ് x plus 7 equal to 2x plus 4. അപ്പൊ അങ്ങനെ നമുക്ക് x plus 7 equal to 2x plus 4 എന്ന് കിട്ടും. അപ്പൊ ഇനി വേണ്ടത് എന്താണ്, ഈ 7 അതുപോലെ തന്നെ 4. ഓക്കെ, അതായത് ഒരു സൈഡിലേക്ക് നമ്പേഴ്സ് മാത്രം കൊണ്ടുവരാം, മറ്റൊരു സൈഡിലേക്ക് എന്താണ് നമ്മുടെ എക്സിന്റെ കൂട്ടത്തിലുള്ള കോഫിഷ്യൻസിനെ കൊണ്ടുവരാം. അപ്പൊ 7 ഇവിടെ തന്നെ വെക്കുക, 7 plus 4 ഇങ്ങോട്ട് വരുമ്പോൾ -4, 7 - 4 equal to 2x ഇവിടെ തന്നെ വെക്കുന്നു. ഈ x ഇങ്ങോട്ടേക്ക് റൈറ്റിലേക്ക് വരുമ്പോൾ ഇവിടെ x പ്ലസ് ആണ്, ഇവിടെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മൈനസ് ആണ്.
അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നിങ്ങളുടെ പിന്നെ വാല്യൂവിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളതാണ് അതിൻ്റെ സൈന്. ഓക്കെ, എക്സിൻ്റെ ലെഫ്റ്റ് സൈഡ് ഒന്നും കാണുന്നില്ല, അപ്പോൾ അത് പോസിറ്റീവാണ്. അപ്പോൾ 4ൻ്റെ ലെഫ്റ്റ് സൈഡ് പോസിറ്റീവാണ്, 2x ലെഫ്റ്റ് സൈഡ് ഒന്നും കാണുന്നില്ല, സോ പോസിറ്റീവാണ്. സോ 7 - 4 = 2x. ഈ പ്ലസ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്താവും? -x എന്നാവും. അപ്പോൾ 7 - 4 = 3. 3 = 2x - x. 2 എക്സിൽ നിന്ന് ഒരു എക്സ് കുറച്ചാൽ എത്രയാണ്? 1x അല്ലെങ്കിൽ എക്സ്. 3 = x. എക്സിൻ്റെ വാല്യൂ 3 ആണ്. അപ്പം നമ്മൾ ഈ ഇക്വേഷനിലേക്ക് 2x + 7 = 4x + 2 എന്നുള്ള നമുക്ക് തന്നിട്ടില്ല ആ ഒരു പിന്നെ ഇൻഫോർമേഷനിലേക്ക് എക്സിൻ്റെ വാല്യൂ 3 ആയിട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് എക്സിൻ്റെ വാല്യൂ 3 എന്ന് പറഞ്ഞാൽ 2×3 + 7 = 4×3 + 2. ദാറ്റ് ഈസ് 2×10 = 4/5. അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. 4/5 എന്ന് പറഞ്ഞാൽ എന്താണ്? 4നെ 5 പ്രാവശ്യം ഇൻറ്റു ചെയ്തതും 2നെ 10 പ്രാവശ്യം ഇൻറ്റു ചെയ്തതും സെയിം ആണെന്നാണ് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഇങ്ങനെ ഉള്ള ക്വസ്റ്റ്യൻ കാണുമ്പം എന്താണ് നിങ്ങൾ പവേഴ്സ് സെയിം ആക്കാൻ നോക്കുക. അതുപോലെ തന്നെ ലോസ് ഓഫ് ഇൻഡിസസ് കറക്റ്റായിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, സോ താങ്ക് യു ഓൾ.